നമ്മളിന്ന് വന്നേക്കുന്നത് വൈകുന്നേരങ്ങളിൽ മക്കളുമൊത്തോ അല്ലാതെയൊക്കെ നമുക്ക് വന്നിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വൈബുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. മക്കളുമായിട്ട് മാത്രമല്ല, വലിയ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വയസ്സായ അപ്പൂപ്പനും അമ്മമ്മയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് പ്ലേസ് ആണ് കേട്ടോ. തൃശ്ശൂർ ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്തുള്ള നിള ബോട്ട് ക്ലബ്ബാണിത്. ലോക്കൽ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ അധികം എത്തുന്നതെങ്കിലും നിങ്ങൾക്ക് കലാമണ്ഡലമൊക്കെ കാണാൻ പ്ലാൻ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഈ ഒരു സ്പോട്ടിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. മുതിർന്നവർക്കായിട്ട് ഇവിടെ ബോട്ടിങ്ങും പിന്നെ തോണിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ. എൻട്രി ഫീ 20 റുപ്പീസ് ആണെന്നുണ്ടെങ്കിലും ഇതിനുള്ളിലത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. എന്നാലും കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയൊരു സ്പോട്ട് തന്നെയാണ്. ഫുഡീസിനാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചെറിയൊരു ഫുഡ് ഹബ്ബ് ഉണ്ട്. ഐസ്ക്രീം, പോപ്കോൺ കോർണേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു കാര്യത്തിലും ഒന്ന് എൻജോയ് ചെയ്യാം. കുട്ടികൾക്കായിട്ട് ഇവിടെ ഉള്ളത് ചെറിയൊരു പാർക്കും പിന്നെ വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അതിന് പെർ ഹെഡ് 100 റുപ്പീസ് ആണ്. പിന്നെ മെയിനായിട്ടും ഇവിടുത്തെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് ആ ഒരു നിളയുടെ ഭംഗിയും കാറ്റും പിന്നെ ട്രെയിൻ പോകുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. ആ കാണുന്ന തീരത്ത് പോയിരുന്നാൽ 5 പൈസ മുടക്കില്ലാണ്ട് നമുക്ക് ഈ ഭംഗിയെല്ലാം ആസ്വദിക്കാമെങ്കിലും ബോട്ടിംഗ് ഒന്നും പറ്റില്ല എന്ന് മാത്രം കേട്ടോ. അവിടെയും ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. 4 മണിക്ക് ശേഷമാണത് ഓപ്പൺ ആക്കുക. പക്ഷേ എൻട്രി ഫീ ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ, നമ്മളവിടെ കയറിയിട്ടില്ല. പക്ഷേ ആ ഒരു തീരത്ത് നമ്മൾ വല്ലപ്പോഴൊക്കെ പോയി ഇരിക്കാറുള്ള സ്ഥലമാണ്. ഒരുപാട് തവണ പോയിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചേ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ബോട്ടിംഗ് നടക്കില്ല എന്ന് മാത്രം. പക്ഷേ കാഴ്ചകളെല്ലാം നമുക്കിങ്ങനെ കണ്ടിരിക്കാം. നല്ലൊരു ഒരു മണൽത്തിട്ടയിൽ ഇരിക്കുന്ന റിലാക്സിങ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ. പിന്നെ കക്കയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പുഴയിൽ ഇറങ്ങിയിട്ട് കക്കേനെ പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതും നല്ലൊരു എന്താ പറയുക, രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫുൾ ടൈം ആ ഒരു മ്യൂസിക് ഒക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. പ്ലസ് ആ ഒരു ഫുഡ് ഹബിന്റെ ലൈറ്റ്സ് ഒക്കെ കൂടി ഓൺ ആകുമ്പോഴേക്കും നല്ല രസമാണ് കാണാനായിട്ട്. കൂടാതെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഹട്ടുകളൊക്കെ കാണാം കേട്ടോ. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ചുറ്റും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഹട്ടുകൾ. അവിടെ ഇങ്ങനെ ചാരുപടിയോട് കൂടിയിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണ്. കസേരകളുണ്ട്. അങ്ങനെ കുറച്ച് ഏരിയാസും ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഈവനിങ് നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ പക്ക എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഉള്ളിലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ വലിയ വിഷമവും. മഴക്കാലത്ത് മാത്രമാണ് നമ്മളിവിടെ വരണോ വേണ്ടയോ എന്നുള്ളത് റീതിങ്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല. നല്ല മഴ നിൽക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഇത് ഒരു തെങ്ങ് കമ്പുകിൻ തോപ്പിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്കും വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് ഇത് ക്ലോസ് ചെയ്തേക്കാം, നമുക്കറിയില്ല. അയ്യോ, പിടിച്ചോട്ടോ. ഇറങ്ങി ഓടാൻ സമ്മതിക്കുന്നത് അത് കാണിച്ചിരുന്നു. ഇപ്പൊ അവന് മുഖത്ത് മുഖത്തെ കയറിക്ക് ഈ മുണ്ടത് സൗണ്ടൊക്കെ വരുന്നത് നമ്മള് എങ്ങനെയുണ്ടായിരുന്നടാ? എന്താ സംഭവം? ആകെ സോംബി വന്നിട്ട് എന്നെ കടിച്ചു.
സോംബിയോ? ഞാനൊരു വണ്ടി പിന്നെ ഇങ്ങനെ എന്താ കുടഞ്ഞെറിയണെങ്കിൽ ഉണ്ടാവുന്നില്ല, നീ ടാറ്റ കൊടുക്കണ്ടാവില്ല സോംബിക്കാണോ? അല്ല, ഇങ്ങനെ ഒരു വെള്ള കൈ അപ്പൊ ഞാന് അതിന് ഷെയ്ക്കാൻ്റെ കൊടുത്തോ? ആ ഫസ്റ്റ്. അങ്ങനെ പാപ്പൻ വെർച്വൽ റിയാലിറ്റി കൂടി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കൊരു ആഗ്രഹം ബോട്ടേ കയറുന്നത്. പക്ഷേ പുള്ളി ബോട്ടേ കയറിയാൽ നമ്മൾ ചിലപ്പോൾ പുഴയിൽ നിന്ന് പെറുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കയറിയില്ല. അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങി തിരിച്ചു പോകാം കേട്ടോ. ഐസ്ക്രീം ആയിരുന്നു ശരിക്കും വാങ്ങേണ്ടിയിരുന്നത്, പക്ഷേ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിള ബോട്ട് ക്ലബിലേക്ക് വരൂ. ഇനി വേറെ ഒന്നും അല്ലെന്നുണ്ടെങ്കിലും ആ ഒരു തോണിയിലൊക്കെ കയറിയുള്ള യാത്ര എന്തായാലും നല്ല രസം തന്നെയായിരിക്കും. അപ്പോൾ ശരി, ടാറ്റ, ബൈ.